വെൽക്കം ബാക്ക് ടു കേരള ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന മറ്റൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ജൂനിയർ ക്ലർക്ക് നോട്ടിഫിക്കേഷൻ ആണ്. നമ്മുടെ സഹകരണ ബാങ്കുകളിൽ ജൂനിയർ ക്ലർക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡാണ് എക്സാം നടത്തുന്നത് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ PSC വഴിയല്ല, അതിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് ഇതിൻ്റെ ഒരു രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് 30/4/2025 ആണ്. അപ്പോൾ നമ്മുടെ ഏപ്രിൽ 30 വരെയാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. അത് അവസാന തീയതി വരെ വെയിറ്റ് ചെയ്യാതിരിക്കുക. ആസ് ഐ ഓൾവേസ് ടെൽ യു പീപ്പിൾ, ലാസ്റ്റ് മൊമെന്റ് വരുമ്പോഴത്തേക്കും നമുക്ക് സെർവർ ക്രാഷ് ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അപ്ലൈ ചെയ്യാനായിട്ട് കാത്തിരുന്നവരെല്ലാം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. 30-ാം തീയതി വരെയാണ് ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നത്. അതുപോലെ നേരിട്ടുള്ള നിയമനമാണ്, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ആപ്ലിക്കേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 30-ാം തീയതി വരെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നതാണ്. വൺ ടൈം രജിസ്ട്രേഷൻ നമ്മൾ PSCയിലൊക്കെ ചെയ്യില്ലേ, അതുപോലെ തന്നെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.cscb.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് ഈ ഒരു ജൂനിയർ ക്ലർക്ക് നോട്ടിഫിക്കേഷന് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ www.cscb.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കൂടെ ഓൾറെഡി നമ്മുടെ സഹകരണ ബാങ്കിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസ് ഒന്നും എഴുതിയിട്ടില്ലാത്തവരാണെങ്കിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വൺ ടൈം രജിസ്ട്രേഷൻ ഒന്ന് ചെയ്യുക. എന്നിട്ട് നമുക്ക് അവിടെ ഈ ഒരു കാറ്റഗറി നമ്പർ, ഏത് കാറ്റഗറിയാണ്, 8/2025 ആണ് കേട്ടോ ഇതിന്റെ കാറ്റഗറി നമ്പർ. ഇപ്പൊ ജൂനിയർ ക്ലർക്ക് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 8/2025 ആണ്. അപ്പൊ വൺ ടൈം രജിസ്ട്രേഷൻ നമ്മൾ തുളസി PSCയിലൊക്കെ ചെയ്യില്ലേ, അതുപോലെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു 8/2025 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ബേസിക് SSLCയും അത് കഴിഞ്ഞിട്ട് വരുന്ന ബേസിക് നമ്മുടെ എപ്പോഴും വരുന്ന ജൂനിയർ ക്ലർക്ക് ക്വാളിഫിക്കേഷൻസ് ഒക്കെ തന്നെയാണ് ക്വാളിഫിക്കേഷൻസ് ആയിട്ട് വരുന്നത്. അതുപോലെ ഒരുപാട് അവസരങ്ങളുണ്ട്, ഒരുപാട് ഒഴിവുകളുണ്ട്. ഫുള്ള് ഡീറ്റെയിൽസ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ കയറിയാൽ കാണാം. അപ്പോൾ ഏതൊക്കെ ജില്ലകളിലെ ഏതൊക്കെ സഹകരണ ബാങ്കുകളിലെ എത്ര നോട്ടിഫിക്കേഷൻ വീതമാണ് ഓൾറെഡി റിപ്പോർട്ടഡ് ആയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് കാണാം. അപ്പോൾ ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുണ്ട്. പ്രായപരിധി എന്ന് പറയുന്നത് 18-നും 40-നും ഇടയ്ക്കാണ്. അപ്പോൾ പ്രായപരിധി 18 വയസ്സിൽ തികഞ്ഞിരിക്കണം, 40 വയസ്സ് കഴിയാൻ പാടില്ല എന്നുള്ളതാണ് ബേസിക് ഒരു പ്രായപരിധിയായിട്ട് വരുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് എല്ലാവരും അപ്ലൈ ചെയ്യുക. 18-നും 40 വയസ്സിനും ഇടയ്ക്കുള്ള ആൾക്കാർക്ക് സഹകരണ ബാങ്കുകളിൽ ഒരുപാട് ഒഴിവുകൾ വന്നിട്ടുണ്ട്, ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. നല്ല ഒരു അവസരമാണ് ജൂനിയർ ക്ലർക്ക് നോട്ടിഫിക്കേഷൻ. ഒന്നുകൂടെ പറയുന്നു, അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 30/4/2025 ആണ്. സഹകരണ പരീക്ഷാ ബോർഡ് നടത്തുന്ന സർവീസ് പരീക്ഷാ ബോർഡ് നടത്തുന്ന എക്സാം ആണ്. കൂടുതൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ വേണമെങ്കിൽ കമന്റ് ചെയ്ത് ചോദിക്കുക. എന്തെങ്കിലുമൊക്കെ സഹായം ടെക്സ്റ്റ് ബുക്ക് ആപ്പിന്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ കേരള ടെക്സ്റ്റ് ബുക്ക് ടീമിന്റെ സൈഡിൽ നിന്നോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് വഴി നടത്തുന്ന ജൂനിയർ ക്ലർക്ക് എക്സാമിലോട്ട് നിങ്ങളെ സഹായിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചോദിക്കണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിക്കുക. ഒന്നുകൂടി വെബ്സൈറ്റ് പറയുന്നു, www.cscb.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ്. സോ ഓൾ ദി ബെസ്റ്റ് പീപ്പിൾ, എല്ലാവരും അപ്ലൈ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, പഠിച്ച് എക്സാം ഒക്കെ ക്ലിയർ ചെയ്ത് കയറുകയൊക്കെ ചെയ്യുക. അതുപോലെ നമ്മുടെ 10th ലെവൽ മെയിൻസ് എക്സാം, കേരള ഡിഗ്രി ലെവൽ പ്രിലിമിനറി, നമ്മുടെ PSC ഡിഗ്രി പ്രിലിംസ് തുടങ്ങിയ എക്സാമുകൾക്ക് നിങ്ങൾക്ക് കോഴ്സ് ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഓൾറെഡി ഏറ്റവും ലോവസ്റ്റ് ഡിസ്കൗണ്ട് റേറ്റിലാണ് ഇപ്പോൾ നമ്മുടെ കോഴ്സസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ 10th മെയിൻസോ അല്ലെങ്കിൽ ഡിഗ്രി പ്രിലിംസോ ഒക്കെ നിങ്ങൾക്ക് കോഴ്സ് ജോയിൻ ചെയ്ത് പഠിക്കണമെങ്കിൽ കേരള ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് കേരള PSC എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഈ കോഴ്സസ് ഒക്കെ ജോയിൻ ചെയ്യാം. പുതിയതായിട്ട് നമ്മൾ എക്സൈസിന്റെ, CPOയുടെയും ദേവസ്വം LDCയുടെയും എല്ലാം കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെ ഉൾപ്പെടുത്തിയ കോഴ്സസ് ആണ് നമ്മുടെ LDCയുടെയും ദേവസ്വം ബോർഡ് എക്സാമിന്റെയും അതുപോലെ നമ്മുടെ CPOയുടെയും എക്സൈസിന്റെയും ഫയർമാന്റെയും എല്ലാം കോഴ്സസ് അവൈലബിൾ ആണിപ്പോൾ. അപ്പോൾ എല്ലാം കോഴ്സ് ജോയിൻ ചെയ്ത് പഠിക്കേണ്ടവർ, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ആയിട്ട് മലയാളം മാത്രമായിട്ടോ കറണ്ട് അഫയേഴ്സ് മാത്രമായിട്ടോ ഒക്കെ പഠിക്കേണ്ടവർ അങ്ങനെയൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് വേറെ വേറെ കോഴ്സസ് ഉണ്ട്. സോ കറണ്ട് അഫയേഴ്സ് ബാച്ച് ഒക്കെ ലൈക്ക് 300 രൂപയ്ക്ക് നിങ്ങൾക്ക് ഫുൾ കറണ്ട് അഫയേഴ്സ് ബാച്ച് ജോയിൻ ചെയ്യാൻ പറ്റും. ദിസ് ഇസ് ലൈക്ക് ലോവസ്റ്റ് കോസ്റ്റ് എവർ. സോ ഒരു കോഴ്സ് ജോയിൻ ചെയ്ത് നന്നായിട്ട് പഠിക്കണമെന്നുള്ളവരെല്ലാവരും പെട്ടെന്ന് തന്നെ ഇന്ന് കൂടിയേ ഈ ഒരു ഓഫർ വരുന്നുള്ളൂ.
ഉണ്ടാകും. അപ്പോൾ ജോയിൻ ചെയ്ത് പഠിക്കേണ്ടവരൊക്കെ പെട്ടെന്ന് ജോയിൻ ചെയ്ത് പഠിക്കുക. ആൻഡ് ആസ് ഐ ഓൾവേസ് ടെൽ യു പീപ്പിൾ, ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. സന്തോഷമായിട്ടിരിക്കുക, ഒരുപാട് പഠിക്കുക, പെട്ടെന്ന് ജോലിയിലൊക്കെ കയറുക. നമ്മുടെ സൈഡിൽ നിന്ന് എന്ത് സഹായം വേണമെങ്കിലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പുതിയതായിട്ട് വന്ന ഫ്രണ്ട്സൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കീപ് ഫോളോയിങ് കേരള ടെക്സ്റ്റ് ബുക്ക്.